അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു അറിവാണ്. അതായത് ഒരുപാട് ആളുകൾക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷേഖ് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നേർച്ചയാക്കിയിട്ട് അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടിട്ടുണ്ട്, പ്രയാസങ്ങൾ മാറിക്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ മഖാമിലേക്ക് നിങ്ങൾ ഫാത്തിഹ നേർച്ച വെച്ച് ഓതുക. ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തമിഴ്നാട്ടിലെ മുത്തുപേട്ടയിൽ ചെന്ന് ഈ മഹാൻ്റെ മഖാമിൽ ചെന്ന് സിയാറത്ത് ചെയ്യുക. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും പ്രയാസപ്പെട്ട് ജീവിതം തന്നെ മടുത്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോടുകൂടി ജീവിതം തള്ളി നീക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹം ശരിയാകാതെ, മക്കളില്ലാതെ, സ്വന്തമായിട്ട് വീടില്ലാതെ, കാര്യങ്ങളൊന്നും ശരിയാകാതെ, എല്ലാത്തിലും ഒരു തടസ്സം സംഭവിക്കുക, മുടങ്ങിപ്പോകുക, ഒരു കാര്യവും ശരിയാകുന്നില്ല, സ്വന്തമായിട്ട് ജോലിയില്ല, ബിസിനസ് ആണെങ്കിൽ വലിയ തകർച്ചയിൽ, മാത്രമല്ല വീട്ടിൽ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം മോശമാണ്, മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോയി, ലഹരിക്ക് അടിമപ്പെട്ടുപോയി, ഇങ്ങനെ തുടങ്ങിയ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരാണ് പലരും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട്, നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഈ മഖാമിലേക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഫാത്തിഹ സൂറത്ത് നേർച്ചയാക്കി ഓതുക. ഈ മഹാൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ മഹാൻ്റെ കറാമത്തുകൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ മഹാൻ്റെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതാൻ മറക്കില്ല. കാരണം അത്രത്തോളം വലിയ ചരിത്രങ്ങളുള്ള, വലിയ കറാമത്തുകളുള്ള, ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അത്താണിയായി മാറിയ വലിയ ഒരു മഹാനാണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് തന്നെ നിങ്ങൾ ഫാത്തിഹ ഓതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, ഈ മഹാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മഹാൻ്റെ ഖബറ് ഏകദേശം 20 അടിയോളം നീളമുള്ള വലിപ്പമുള്ള ഒരു ഖബറാണ് ഈ മഹാൻ്റെ ഖബറ്. ലോകം തന്നെ അടക്കി ഭരിച്ചിരുന്ന പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വ്യാപാരബന്ധം നടത്തിയ ഒരു സ്ഥലമാണ് ഈ മുത്തുപേട്ട. സുലൈമാൻ നബിയുടെ പേരക്കുട്ടിയുടെ മകനാണ് തമിഴ്നാട്ടിലെ മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷേഖ് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം പറയുന്നു. ഈ മഹാൻ്റെ ഏറ്റവും വലിയൊരു കറാമത്താണ് സ്വപ്നത്തിലൂടെ ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളത്. ആധുനിക ശാസ്ത്രം കൈയൊഴിഞ്ഞ എത്രയോ ആളുകളുടെ രോഗം ഈ മഹാൻ്റെ പേരിൽ നേർച്ചയാക്കിയിട്ടും അവിടെ വന്ന് സിയാറത്ത് ചെയ്തിട്ടും സ്വപ്നത്തിലൂടെ അവരുടെ രോഗം ശസ്ത്രക്രിയയിലൂടെ ഈ മഹാൻ സുഖപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇതാണ് ഈ മഹാൻ്റെ ഏറ്റവും വലിയൊരു കറാമത്ത്. ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ ശസ്ത്രക്രിയ നടത്തുമ്പോൾ സഹായികയായിട്ട് ഉണ്ടാകുന്നത് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്ബറയും ഈ മഹാൻ്റെ മക്ബറയുടെ തൊട്ടടുത്താണുള്ളത്. ഒരിക്കൽ മുത്തുപേട്ട എന്ന ഈ പ്രദേശത്ത് കറുപ്പയ്യ എന്ന പേരുള്ള ഹൈന്ദവനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈക്കോട്ടുമായി അവിടെ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഇളക്കി മറിക്കുകയായിരുന്നു. അങ്ങനെ മണ്ണ് ഉഴുത് മറിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കൈക്കോട്ട് ഒരു കല്ലിൽ തട്ടിയ സമയത്ത് ആ കല്ലിൽ നിന്നും രക്തം ചീറ്റുകയായിരുന്നു. അത് കണ്ട കർഷകനായ കറുപ്പയ്യ എന്നുള്ള ആ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി പരിഭ്രാന്തനായി നിന്നു. മാത്രമല്ല, ആ രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ആ കല്ല് അദ്ദേഹം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തു മാറ്റിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു കേടുപാടുമില്ലാത്ത
വെള്ള കഫംപടയോടുകൂടി ഒരു മയ്യത്ത് അങ്ങനെ കിടക്കുകയാണ്. ആ മയ്യത്ത് ഒരു കുഴപ്പവുമില്ല. ആ മയ്യത്ത് അഴുകിയിട്ടില്ല. ഒരു കേടുപാടുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ മയ്യത്ത് അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയുമോ? ഇത് കണ്ടുകൊണ്ടിരുന്ന ഹൈന്ദവനായ കർഷകനായ കറുപ്പയ്യ എന്നുള്ള ആ മനുഷ്യൻ്റെ കണ്ണിന് അന്ധത ബാധിച്ചു. ആ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിൽ ആ കർഷകൻ വലിയ ദുഃഖിതനായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുക എന്നോർത്ത് വലിയ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നിയത്. നിലം ഉഴുതുമറിച്ച എൻ്റെ കൈക്കോട്ട് തട്ടിയത് കൊണ്ടാണ് ആ കല്ല് ആ സ്ഥലത്തിൽ നിന്നും മാറിയത് എന്നതിൻ്റെ ശേഷമാണ് ആ കല്ലിൽ നിന്നും രക്തം ചീറ്റിയത്. അതിൻ്റെ ശേഷമാണ് എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എന്ന് ആ കർഷകന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആ കല്ല് തപ്പിത്തടഞ്ഞ് ആ കല്ല് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയും ആ കല്ല് യഥാസ്ഥാനത്ത് തന്നെ അദ്ദേഹം വെക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പിന്നീട് അദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് വളരെ വേഗം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഓടി. അങ്ങനെ അന്ന് രാത്രി പാതിരാ സമയത്ത് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ ആ കർഷകൻ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ ആ കർഷകനോട് പറയുകയാണ്, ഞാൻ ഇന്നാലിന്ന ആളാണ്. നീ എന്ത് ചെയ്യുക? ആ പരിസരത്ത് ആ പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ആ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ പിന്നീട് നേരം പുലർന്നപ്പോൾ കറുപ്പയ്യ എന്ന പേരുള്ള കർഷകനായ ആ മനുഷ്യൻ അദ്ദേഹം താമസിച്ചിരുന്ന ആ പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും കാര്യം പറഞ്ഞു. മാത്രമല്ല തൊട്ടടുത്ത പ്രദേശത്ത് താമസിച്ച മുഴുവൻ മുസ്ലിമീങ്ങളോടും ഈ കാര്യം പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രശസ്ത പണ്ഡിതന്മാരും അവിടുത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും എല്ലാം ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് രണ്ട് ദിശയും കാലിൻ്റെയും തലയുടെയും ദിശ അടയാളപ്പെടുത്തി. എന്നിട്ട് ആ ഖബർ ക്രമീകരിക്കുകയും അവിടെ ഒരു മഖ്ബറ സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ ഒരിക്കൽ തഞ്ചാവൂർ രാജാവായ അച്യുതപ്പർ പണിക്കർ തൻ്റെ സൈന്യവുമായിട്ട് ആനപ്പുറത്ത് അതുവഴി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ എത്തിയപ്പോൾ ആന അവിടെ മുട്ടുകുത്തി നിന്നു. ആന അവിടെ നിന്നും അനങ്ങുന്നില്ല. അങ്ങനെ രാജാവും തൻ്റെ 1000-ഓളം വരുന്ന സൈനികരും പല അടവുകളും പയറ്റി നോക്കി. എന്നിട്ടും ആന അനങ്ങുന്നില്ല, ആന നടക്കുന്നില്ല. ആന അവിടെ മുട്ടുകുത്തി നിൽക്കുകയാണ്. അങ്ങനെ അത്ഭുതം തോന്നിയ ആ രാജാവ് ആനപ്പുറത്ത് നിന്നും ഇറങ്ങി മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിൽ ചെന്ന് അവിടെ പ്രാർത്ഥിച്ച് സമ്മതം വാങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ് ആ ആന അവിടെ നിന്നും സഞ്ചരിച്ചത്, യാത്രയായത്. മാത്രമല്ല മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മക്കാമിലേക്ക് 5.5 ഏക്കർ ഭൂമി ആ രാജാവ് സംഭാവന ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മാറാരോഗങ്ങൾ, മാനസിക വിഭ്രാന്തി, പൈശാചിക ബുദ്ധിമുട്ട്, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജാതിഭേദ വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരും ഇവിടെ വരലുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാറുമുണ്ട്. ഇവിടേക്ക് നേർച്ച വെച്ച് എത്രയോ ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടിയ എത്രയെത്ര അനുഭവങ്ങളാണുള്ളത്. എത്രയെത്ര ആളുകളാണ് രോഗങ്ങൾ മാറാതെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് പണം അതിനുവേണ്ടി ചിലവഴിച്ചു, എന്നിട്ടും രോഗം ശിഫയാകാതെ ഇവിടെ വന്ന് 11 ദിവസം അല്ലെങ്കിൽ 41 ദിവസം ഇവിടെ താമസിച്ച് അവരുടെ ആ രോഗം ശിഫയായി തിരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. അതിനിടയിൽ മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു രാത്രി പാതിരാ സമയത്ത് സ്വപ്നത്തിലൂടെ ചില രോഗങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യും. ഒരുപാട് കറാമത്തുള്ള ഒരു മഹാനാണ് ഇത്. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വ്യത്യസ്തങ്ങളായ മതത്തിലുള്ള ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇവിടെ വരാറുണ്ട്.
ഒരിക്കൽ മഹാനായ ഷംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി ഈ മഖാം സന്ദർശിക്കാനായി ഇവിടെ വന്നു. ആ സമയത്ത് ഇവിടെ ജന്മന സംസാരശേഷിയില്ലാത്ത ഒരു തമിഴൻ ഊമയെ മഹാനായ ഷംസുൽ ഉലമ കണ്ടു. അങ്ങനെ ഷംസുൽ ഉലമ ആ കണ്ണു കാണാത്ത ആ ഊമൻ തമിഴൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ മക്ബറയിലേക്ക് നടന്നു. മക്ബറയിൽ വന്ന് മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനോട് ചേർത്ത് ആ മനുഷ്യൻ്റെ മുഖം ചേർത്ത് വെച്ചു. എന്നിട്ട് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം സംസാരിക്കുകയും പിന്നീട് സംസാരശേഷി ഇല്ലാത്ത ആ ബാലന് സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത് ഈ മഹാൻ്റെ ഒരു കറാമത്താണ്. ഇങ്ങനെ ഒരുപാട് കറാമത്തുകളുണ്ട് തമിഴ്നാട്ടിലെ മുത്തുപ്പേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ. ഈ മഖാം തുറക്കൽ സുബഹി നിസ്കാരാനന്തരമാണ്. എന്നാൽ രാത്രി 9 മണിയായാൽ ഈ മഖാം അടക്കുകയും ചെയ്യും. അതുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ വരുന്നവരൊക്കെ രാത്രി 9 മണീൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ മഖാമിൽ എത്തിച്ചേരുക. ഈ മഖാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നാനാ മതസ്ഥരും ഒരുപാട് ആളുകൾ ഇവിടെ താമസമാക്കാറുണ്ട്, അന്തി ഉറങ്ങാറുണ്ട്. അതിൽ കൂടുതൽ ആളുകളും മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഈ മഹാൻ്റെ സ്വപ്നത്തിലൂടെയുള്ള ശസ്ത്രക്രിയ വഴി രോഗങ്ങൾ ശിഫയായി കിട്ടാനും അല്ലാതെ രോഗങ്ങൾ ശിഫയായി കിട്ടാനുമൊക്കെയാണ് പല ആളുകളും രോഗികളും ഇവിടെ താമസമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസമാക്കിയ ഒരുപാട് രോഗികളുടെ രോഗവും മാറിക്കിട്ടാറുണ്ട്, സുഖം പ്രാപിക്കാറുണ്ട്. ഈ മഖാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ മുത്തുപ്പേട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ വരിക, നേർച്ചയാക്കുക, സിയാറത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഫലം കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഞാൻ ഇത്രയും ഉറപ്പ് പറയാൻ കാരണം എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ സാക്ഷിയാണ്. ആയിരക്കണക്കിന് പഴക്കമുള്ള ഒരു മഖാമാണ് ഇത്. ഈ മഖാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നവർ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുക. അല്ലാത്തവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7 സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ നേർച്ച വെച്ച് ഓതുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ ആഗ്രഹം നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, സന്തോഷവും സമാധാനവും നൽകട്ടെ. ഇഹലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.